ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തിരുവിൽവാമല പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം നെൽവയലിൽ ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളി. ദുർഗന്ധം സഹിക്കാനാവാതെ വലഞ്ഞ് സമീപവാസികൾ. തിരുവില്ലാമല പഴമ്പാലക്കോട് കൂട്ടുപാതയ്ക്ക് സമീപം നെൽവയലിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് തള്ളിയതെന്ന് സംശയിക്കുന്നു. പാടശേഖരത്തിന് സമീപത്ത് തന്നെ പള്ളിയും തോടും സ്ഥിതി ചെയ്യുന്നുണ്ട്. പാടശേഖരത്തിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയതുമൂലം സമീപത്തുള്ള സ്ഥാപനങ്ങളിലുള്ളവർക്കും ദുർഗന്ധം സഹിക്കേണ്ട ഗതികേടിലാണ്. പാടത്ത് പണിയെടുക്കേണ്ടി വരുന്ന കർഷകരും ദുരിതത്തിലായി. മാരകമായ അസുഖങ്ങൾക്ക് സാധ്യതയേറെയാണ് എന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടുപിടിക്കുന്നതിനായി പോലീസ് ബീറ്റ് ശക്തമാക്കണമെന്ന പൊതുജനാവശ്യവും ഉയരുകയാണ്. പ്രദേശവാസിയായ ശിവദാസ് സംസാരിക്കുന്നു. കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും കണ്ടറിയാവുന്ന കാര്യമാണ്. ഇത് ജനങ്ങളെ എല്ലാവരും ദ്രോഹിക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും എല്ലാം അധികൃതരും കൂടി ഒന്ന് അറിഞ്ഞ് ഇതിന് വേണ്ട മേൽ നടപടികൾ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. കാരണം ഇരിക്കാൻ പറ്റാത്ത മണം വന്നിട്ടും അത്രയും ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പോയിട്ടുള്ളത്. അത് കൊണ്ട് ഇതൊന്ന് അധികൃതരൊന്ന് കാണുക, കണ്ട് അതിന് മേൽ നടപടികൾ എടുക്കുക. ഏതാ വണ്ടി എന്നുള്ള അറിഞ്ഞ് വണ്ടിക്കാരെ പിടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അനുഭവം ആരാണ് ചെയ്തിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അധികൃതർക്കുണ്ട്. രാത്രി പാതിരാവ് പറഞ്ഞുകൊണ്ട് ലൈറ്റും ഇതെല്ലാം അല്ലാന്ന്, പക്ഷെ ഞാൻ അറിയുന്നില്ല രാത്രി പാതിരയ്ക്ക് വന്ന് ചെയ്യുമ്പോൾ. പക്ഷെ ഇതിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളും പല വിധത്തിലുള്ള അസുഖങ്ങളും വന്ന് ചേരാനുള്ള സാധ്യതയുള്ള കാരണം കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു ക്യാമറ എന്തെങ്കിലും സ്ഥാപിച്ച് ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇന്നിപ്പോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇതേ പണി വീണ്ടും ആവർത്തിക്കും. കാരണം ഇപ്പൊ ആരും പറയാനില്ല, ചോദിക്കാനില്ല, ഒരു ക്യാമറയിൽ ഒന്നുമില്ല, പിടിക്കാനുള്ള സൗകര്യങ്ങളില്ല. CCV ന്യൂസ്, തിരുവല്ലോമല.